കുട്ടികളെ കാണാതാവുകയും മോഷ്ടിക്കുകയും ചെയ്യുന്ന സംഭവത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. കുട്ടിക്കടത്ത് കേസുകൾ യു.പി. സർക്കാർ ഗൗരവത്തോടെ കാണുന്നില്ലെന്നും ഇക്കാര്യത്തിൽ നിരാശയുണ്ടെന്നും സുപ്രീം കോടതി. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയ അലഹബാദ് ഹൈക്കോടതിയെ രൂക്ഷമായി വിമർശിച്ച സുപ്രീം കോടതി ഇത്തരം കേസുകളിൽ വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്നും ഉത്തരവിട്ടു. യു.പിയിൽ തട്ടിക്കൊണ്ടുപോയ ആൺകുഞ്ഞിനെ ദമ്പതികൾക്ക് 4 ലക്ഷം രൂപയ്ക്ക് വിറ്റ കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കേസിലെ അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് യു.പി. സർക്കാർ ഗൗരവത്തോടെയല്ല വിഷയം കൈകാര്യം ചെയ്തതെന്ന് വിമർശിച്ചു. പ്രതികൾക്ക് അലഹാബാദ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടും എന്തുകൊണ്ട് യു.പി. സർക്കാർ അപ്പീൽ നൽകിയില്ലെന്നും സർക്കാരിന്റെ നടപടി നിരാശാജനകമാണെന്നും ചൂണ്ടിക്കാട്ടി. കേസിലെ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയ അലഹാബാദ് ഹൈക്കോടതി നടപടിയെയും സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. പ്രതികൾ സമൂഹത്തിന് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തിയത്. ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി ഉദാസീനമായി കൈകാര്യം ചെയ്തുവെന്നും നിരവധി പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചുവെന്നും സുപ്രീം കോടതി പറഞ്ഞു. കുട്ടികളെ കടത്തുന്ന കേസുകളിൽ തീർപ്പ് കൽപ്പിക്കാത്ത വിചാരണകളുടെ സ്ഥിതി അറിയിക്കാൻ രാജ്യത്തുടനീളമുള്ള ഹൈക്കോടതികൾക്ക് നിർദ്ദേശവും നൽകി. കുട്ടിക്കടത്ത് കേസുകളിൽ 6 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാനും ദൈനംദിന വിചാരണ നടത്താനും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മോഷ്ടിക്കപ്പെട്ട കുഞ്ഞാണെന്ന് അറിഞ്ഞു തന്നെയാണ് ദമ്പതികൾ ദത്തെടുത്തതെന്ന ഗൗരവമായ വിഷയവും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഇതിൽ ആശുപത്രി അധികൃതരുടെ അലംഭാവത്തെയും വിമർശിച്ച സുപ്രീം കോടതി ഇത്തരം ആശുപത്രികളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇത്തരം കേസുകളിലെ ഏതൊരു അലസതയും ഗൗരവമായി കാണുമെന്നും കോടതി ലക്ഷ്യമായി കണക്കാക്കുകയും ചെയ്യുമെന്ന് ബെഞ്ച് വ്യക്തമാക്കി. 2020 മുതൽ ഏകദേശം 36,000 കുട്ടികളെ കാണാതായിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയെ അറിയിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി. സിബി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സിബി, യു.പിയിലെ ക്രമസമാധാന പാലനം എത്ര മോശമാണ് എന്ന് സുപ്രീം കോടതിക്ക് തന്നെ പറയേണ്ടി വന്ന എത്രാമത്തെ സംഭവമാണ് ഇത്? ഈ കഴിഞ്ഞ 1-2 മാസത്തിനകം എത്ര പ്രാവശ്യം സുപ്രീം കോടതി അതിരൂക്ഷമായ വിമർശനമാണ് യു.പി. സർക്കാരിനെതിരെ ഉയർത്തിയിരിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ചില കാര്യങ്ങൾ വളരെ ശക്തമായി തന്നെ പറഞ്ഞിരുന്നു. ഒരു മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ വീട് ഇടിച്ചു പൊളിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സർക്കാരായി അവിടുത്തെ യു.പിയിലെ BJP സർക്കാർ മാറുന്നു എന്നുള്ളത്. മറ്റൊരു കാര്യം, സിവിൽ കേസുകളുമായി ബന്ധപ്പെട്ട് സിവിൽ കേസുകൾ ക്രിമിനൽ കേസുകളാക്കി മാറ്റുന്ന യു.പി. പോലീസിനെ അതിരൂക്ഷമായി സുപ്രീം കോടതിക്ക് വിമർശിക്കേണ്ടി വന്നു. ഇന്നിപ്പോൾ കുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ടുപോകുന്ന സംഘത്തിനെതിരെ പോലും ഒരു നടപടിയെടുക്കാൻ കഴിയാത്ത ഭരണ സംവിധാനമാണ് യു.പിയിൽ നിലനിൽക്കുന്നതെന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വരുന്നു. സിബി. തീർച്ചയായും യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ വളരെ കാലമായി ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെയും രൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതിയിൽ നിന്നും അടക്കം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ക്രമസമാധാന പ്രശ്നമായാലും ആരോഗ്യരംഗത്തെ മേഖലയായാലും മറ്റ് സിവിൽ കേസുകളായാലും മറ്റുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണമായാലും എല്ലാം എടുത്തു നോക്കുമ്പോഴെല്ലാം നിരവധി സംഭവങ്ങൾ യു.പിയിൽ നിരന്തരം ആവർത്തിക്കുന്നു. ഇപ്പോഴും ശക്തമായ നടപടി യു.പി. സർക്കാർ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സർക്കാരുകളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് വഴങ്ങുന്ന ഒരു പോലീസായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. സാധാരണക്കാർക്ക് നീതി ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ കൊച്ചു കുട്ടികൾക്കെതിരായ അല്ലെങ്കിൽ നവജാത ശിശുക്കളെ പോലും മോഷ്ടിച്ചുകൊണ്ടുപോവുകയും കടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന സംഭവങ്ങളും ആ കുട്ടികളെ മറച്ചു വയ്ക്കുന്ന സംഘങ്ങൾക്കെതിരെ അവർക്കെതിരെ കൃത്യമായ നിയമ നടപടി പോലും സ്വീകരിക്കാത്ത ഒരു പശ്ചാത്തലത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ അതിരൂക്ഷമായ വിമർശനം ഇന്നുണ്ടായത്. ഈ സംഭവം തന്നെ ഒരു കുട്ടികളില്ലാത്ത ദമ്പതികൾ അവരൊരു കുട്ടിയെ ആഗ്രഹിക്കുകയും അവർക്ക് ചില റാക്കറ്റുകൾ, ചില മാഫിയ സംഘങ്ങൾ ഇത്തരത്തിൽ കുട്ടിയെ മോഷ്ടിച്ചുകൊണ്ടുവന്ന കുട്ടിയെ വിൽക്കുകയാണ്. ആ വിൽക്കുമ്പോൾ തന്നെ ഇത് മോഷ്ടിച്ച കുട്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ ദമ്പതികളും വാങ്ങുന്നത്. അങ്ങനെ ഒരു പകൽ പോലെ അതുപോലെ തന്നെ കൃത്യമായൊരു മോഷണവും കുട്ടികളുടെ കടത്തുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. ഈ കേസിൽ ഈ പ്രതികൾക്ക് അലഹബാദ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകുകയാണ്. എന്നാൽ ഈ മുൻകൂർ ജാമ്യം നൽകുമ്പോൾ ഇതിനെതിരെ ഒരു അപ്പീൽ പോകാൻ പോലും യു.പി. സർക്കാർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് പ്രത്യേകിച്ച് കുട്ടികളെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ, ഈ കേസുകളെ ഒരു ഗൗരവമായി തന്നെ കോടതി യു.പി. സർക്കാർ കാണുന്നില്ല. ഇതിൽ ഏറെ നിരാശയുണ്ട് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. ജസ്റ്റിസ് JB പർദിവാല അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത് ഇത്തരം കേസുകളിൽ കൃത്യമായ നടപടി സ്വീകരിക്കാതെ ഒരു അപ്പീൽ പോലും നൽകാത്തത് വളരെ നിരാശാജനകമായ
സംഭവമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള അതിരൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതി നടത്തുന്നത്. മാത്രമല്ല, ഇതിൽ അലഹബാദ് ഹൈക്കോടതിയെയും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയപ്പോൾ സ്വാഭാവികമായും അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും ലഭിച്ചു, അവർക്ക് തെളിവുകൾ നശിപ്പിക്കാൻ കഴിഞ്ഞു, അവർക്കൊപ്പമുള്ള മറ്റു കൂട്ടാളികൾക്ക് രക്ഷപ്പെടാനുള്ള സമയവും ലഭിച്ചുവെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്തായാലും ഇത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ 6 മാസത്തിനകം വിചാരണ പൂർത്തിയാകണം. ഇനി രാജ്യത്തെ എല്ലാ ഹൈക്കോടതികളിലും ഈ കുട്ടികളുടെ കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകളിൽ ദിനം പ്രതി വിചാരണ നടക്കുകയും അത് 6 മാസത്തിനകം പൂർത്തിയാക്കാമെന്ന നിർദ്ദേശം കൂടി നൽകി. മറ്റൊന്ന്, ഈ പല ആശുപത്രികളും ഈ ഒരു കുട്ടികൾ കടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാഫിയ സംഘത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. ഇവിടെയും അത് ആവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തരം ആശുപത്രികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ആ ആശുപത്രികളുടെ ലൈസൻസ് ആദ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ വളരെ ഏറ്റവും ഗുരുതരമായ ഒരു സംഭവത്തിൽ, കൊച്ചുകുട്ടികളുടെ സംഭവത്തിൽ പോലും അലംഭാവം കാണിച്ച UP സർക്കാരിനെയാണ് അതിരൂക്ഷമായ രീതിയിൽ സുപ്രീം കോടതി വിമർശിച്ചത്. നമുക്കറിയാം, ഈ കുട്ടികളുടെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഈ UPയിലെ പല ശ്വാസം കിട്ടാതെ പല ഗവൺമെൻറ് ആശുപത്രികളിലും കുട്ടികൾ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാത്തതിനെ തുടർന്ന് കുട്ടികൾ മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്നും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും രൂക്ഷമായ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ പല താലൂക്ക് ആശുപത്രികളിലും വലിയ തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തത്തിൽ വെന്ത് നിരവധി കുട്ടികൾ യുദ്ധത്തിൽ അഗ്നിക്കിരയായി മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് തന്നെ ICUവിൽ 5 പേർ കിടക്കാവുന്ന ICUവിൽ ഏകദേശം 10ഓളം കുട്ടികൾ മാത്രം കിടക്കാവുന്ന ICUവിൽ ഏകദേശം 50ലധികം കുട്ടികളെ ഒരുമിച്ച് കിടത്തിയെന്നല്ലാതെ തന്നെയും അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. UP സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് അന്ന് ഉയർന്നത്. ഏതായാലും കുട്ടികളുടെ ആരോഗ്യരംഗത്തും കുട്ടികളുടെ സംരക്ഷണത്തിന് പോലും UP സർക്കാർ കാണിക്കുന്ന അലംഭാവം, അതിന് വീണ്ടും ഒരു അതിരൂക്ഷമായ വിമർശനം സുപ്രീം കോടതിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഷമി പറഞ്ഞതുപോലെ തന്നെ ഈ മറ്റുള്ള സിവിൽ കേസും ക്രിമിനൽ കേസും അല്ലെങ്കിൽ മറ്റുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നോക്കുമ്പോൾ എല്ലാം തന്നെയും സമ്പൽ ഉൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ എല്ലാം തന്നെയും UP പോലീസും UP സർക്കാരും സ്വീകരിക്കുന്ന സമീപനം എല്ലാം തന്നെയും തികച്ചും ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുകയും ഇതിലെല്ലാം തന്നെയും സുപ്രീം കോടതി തടയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സമ്പലിലൊക്കെ നമുക്കറിയാം, മുസ്ലിം പള്ളി അടക്കം ഒരു സർവേ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും പിന്നീട് അവിടെ ഒരു വർഗീയ സംഘർഷമാക്കി മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായപ്പോഴും നിർണായകമായ ഒരു ഇടപെടൽ സുപ്രീം കോടതി ഭാഗത്തുണ്ടാകുകയും ഇനി ഇത്തരത്തിൽ സർവേ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജികൾ പോലും വരരുത്, അത് കീഴ്ക്കോടതികൾ ആ ഹർജികൾ എടുക്കരുതെന്നല്ല അതിൻ്റെ നിർദ്ദേശം നൽകുന്ന, ശക്തമായ താക്കീത് നൽകുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. പക്ഷേ എന്നിട്ടും ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്നത്. കൊച്ചുകുട്ടികളുടെ ജീവന് പോലും അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾക്ക് പോലും ഒരു ഗൗരവമായി കാണുന്ന ഒരു സ്ഥിതിവിശേഷം UPയിൽ ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ഈ സുപ്രീം കോടതി വിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷമ്മി, സിബി ഏതാണ്ട് 5 വർഷക്കാലത്തിനിടയ്ക്ക് 36,000 കുഞ്ഞുങ്ങളെയാണ് കാണാതായിട്ടുള്ളത്. അത് കേസ് വന്നിട്ടുള്ളതാണ്. അത്തരം കേസ് വരാത്ത വേറെ എത്രയോ കേസുകൾ നമുക്കറിയാം. UP പോലെ ഒരു സംസ്ഥാനം എന്തുമാത്രം വലിയ ഒരു സംസ്ഥാനമാണ്. അവിടുത്തെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച കേസും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്രമാത്രം അവർക്ക് പോകാൻ കഴിയും എന്നുള്ളത്. 2, ഈ കുട്ടി മോഷ്ടിച്ചു കൊണ്ടുവരുന്ന കുട്ടിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ വാങ്ങാൻ ആൾക്കാരവിടെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കോടതി ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു കാര്യം, ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന കേസുകളിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടുമ്പോൾ അതിനെതിരെ അപ്പീൽ നൽകാൻ UPയിലെ സർക്കാർ, യോഗി സർക്കാർ തയ്യാറാകുന്നില്ല എന്ന കാര്യം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഈ രീതിയിൽ ഏതെല്ലാം തരത്തിലാണ് അവിടെ സർക്കാർ സംവിധാനങ്ങൾ വഴിവിട്ടു പോകുന്നത്, അല്ലെങ്കിൽ സാധാരണപ്പെട്ട മനുഷ്യന് നീതി ലഭിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് സിബി? തീർച്ചയായും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ചില ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന ഒരു സമീപനം നമ്മളെപ്പോഴും കാണുന്നതാണ്. പക്ഷേ UPയിലേക്കും മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും പോയി കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ഒരു സാധാരണ സംഭവമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പോലും സർക്കാർ ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് നീതി നൽകേണ്ട സർക്കാർ പോലും ഗൗരവമായി ഈ വിഷയത്തെ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു ആശങ്കകരമായ കാര്യം എന്ന് പറയുന്നത്. UPയിലടക്കം നമുക്ക് നോക്കിയാൽ കഴിയുന്നത് ഈ ഇത്തരത്തിൽ ബാലവേല നടക്കുന്ന ഈ ബാലവേല ചെയ്യുന്ന നിരവധി കുട്ടികളെ കാണാൻ കഴിയും. പൊതുനിരത്തുകളിൽ പോലും സ്കൂളിൽ പോകാത്ത നിരവധി കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇതിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ തന്നെ വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. കൂടാതെ നമുക്കറിയാം, ഒരു 6 മാസം മുമ്പാണ് ഒരു കൊച്ചു പെൺകുട്ടി അവർ ബലാത്സംഗത്തിനിരയായി തെരുവിലൂടെ ചോരൊലിപ്പിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന സംഭവങ്ങളെല്ലാം തന്നെയും അന്നും വലിയ രീതിയിൽ വലിയ വാർത്തയായി വന്ന സംഭവങ്ങളാണ്.
അങ്ങനെ ഇതെല്ലാം തന്നെയും അങ്ങനെ നിരവധി സംഭവങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. പക്ഷേ ഇതിലെല്ലാം തന്നെയും കർശനമായ നിയമം നടപ്പാക്കുകയോ ഈ പ്രതികൾക്ക് കൃത്യമായി ശിക്ഷ വാങ്ങിക്കൊടുക്കുകയോ ചെയ്യുന്ന ഒരു സമീപനം UP സർക്കാർ പോലീസോ അവിടെ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ കാരണവും. UPയെ സംബന്ധിച്ച നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. ഈ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും ആ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സൗകര്യവും ലഭിക്കുന്നു. ഇതിന് പിന്നിൽ കൃത്യമായ ഒരു റാക്കറ്റ് ഉണ്ട് എന്ന് കൃത്യമായി സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ വരുന്നവർക്കും അറിയാം ഇത് മോഷ്ടിച്ച കുട്ടിയാണെന്ന്. എന്നിട്ട് ഇവർ ഈ കുട്ടിയെ വിൽക്കുന്നു. 4 ലക്ഷം രൂപയ്ക്കാണ് ഒരു കുട്ടിയെ ഇവർ വാങ്ങുന്നത്. പിന്നീട് ഈ കേസ് ഇതിൽ കേസായി വരുമ്പോൾ അലഹാബാദ് ഹൈക്കോടതിയിൽ ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു. അവിടെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകുന്നു. പിന്നീട് ഇതിനെതിരെ ഒരു അപ്പീൽ പോകാൻ പോലും UP സർക്കാർ ശ്രമിക്കുന്നില്ല. പിന്നീടാണ് ഇത് സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപ്പീൽ പോകാനെങ്കിലും UP സർക്കാരിന് തയ്യാറായില്ല. ഇത് ഇത്ര ലാഘവത്തോടെയാണ് ഇത്തരം കേസുകൾ കാണുന്നതെന്ന ചോദ്യം സുപ്രീം കോടതിക്ക് ഉയർത്തേണ്ടി വരുന്നത്. ഏതായാലും UP പോലുള്ള സംസ്ഥാനങ്ങളുടെ ക്രമസമാധാന നില എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്നതുകൂടിയാണ് ഈ ഒരു സംഭവം. അതോടൊപ്പം തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും UP പോലുള്ള സംസ്ഥാനങ്ങളിലുള്ള സുരക്ഷ എത്രത്തോളം ഉണ്ട് എന്നും വ്യക്തമാകുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഒരു സുപ്രീം കോടതി ഇടപെടൽ എന്ന് നമുക്ക് പറയാം. ഷമ്മി, തീർച്ചയായും സിബി, അലഹബാദ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജഡ്ജിമാരുടെ പരാമർശങ്ങൾ തന്നെ നമ്മളൊന്നെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. കഴിഞ്ഞ തവണ അതുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് പൈജാമയുടെ ചരട് അഴിക്കുന്ന തുടങ്ങിയ പരാമർശങ്ങൾ ജഡ്ജി നടത്തുന്ന ഒരു സാഹചര്യം. ഇന്നിപ്പോൾ ഒരു പെൺകുട്ടിക്ക് റേപ്പ് ചെയ്യുന്ന ഒരു കേസിൽ സുപ്രീം കോടതി അതിശക്തമായ വിമർശനം അലഹബാദ് ഹൈക്കോടതിയിലേക്ക് എതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. ജഡ്ജിമാർ പോലും പലപ്പോഴും സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തുന്നതിൽ വളരെ മുന്നിൽ നിൽക്കുന്നു UPയിൽ എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും വിവരങ്ങൾ നൽകിയത് സിബിയാണ് ദില്ലിയിൽ നിന്ന്.